രാവിലെ VD സതീശൻ വിസ്മയം എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ബൈറ്റ് ഒക്കെ കൊടുത്തു. ബൈറ്റ് അതായത് കുറച്ച് വിസ്മയങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉടൻ നടക്കുമെന്നുള്ള ഒരു ബൈറ്റായിരുന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് വിസ്മയമായി തോന്നിയ ഒരു കാര്യം സംഭവിച്ചു. അതായത് ഐഷ പോറ്റി UDF അല്ലെ കോൺഗ്രസിനൊപ്പം ചേർന്നിരിക്കുന്നു. ഇപ്പം വലിയ എനിക്ക് രാവിലെ തൊട്ട് കോൺഗ്രസ് ഭയങ്കര ആഹ്ലാദത്തിലാണ്. അതായത് പോയി വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. ഐഷ പോറ്റിയെ സ്വീകരിച്ചു കൊണ്ടുവന്നു. വലിയ സന്തോഷത്തിലാണ് കോൺഗ്രസ്. അതെ, അതായത് വലിയ ഹാപ്പിയാണ് ഇപ്പൊ അവര്. അപ്പം ഈ കോൺഗ്രസിന്റെ ഈ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന CPM-ന് വലിയൊരു അടി കിട്ടിയതുപോലെയാണ് കോൺഗ്രസ് ഇപ്പോ പ്രതീക്ഷിച്ചേക്കുന്നത്. അപ്പൊ ഈ ഐഷ പോറ്റിയുടെ ഈ ഒരു മാറ്റം ഏതെങ്കിലും രീതിയിൽ പാർട്ടിക്കോ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് എങ്ങനെങ്കിലും ദോഷമായിട്ട് വരാൻ സാധ്യതയുണ്ട്? അല്ലെ കോൺഗ്രസിന്റെ ഇത്രയും വലിയൊരു ആഹ്ലാദത്തിന് എന്തെങ്കിലും ഇത്രയും വലിയ ആഹ്ലാദിക്കേണ്ട എന്തെങ്കിലും പാർട്ടിക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? മീൻസ് CPM പാർട്ടിക്ക്. VD സതീശന് മാത്രമാണ് ഇത് വിസ്മയം. ഇതിനു മുമ്പ് തന്നെ നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു, ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ട്. പണ്ട് നേരത്തെ തന്നെ ഐഷ പോറ്റി ഇങ്ങനെ ഒരു ചില ചലനങ്ങൾ ഐഷ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം നമ്മൾ നേരത്തെ ഇതിന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിലേക്ക് മറിയും ഉറപ്പാണ്. ഉമ്മൻചാണ്ടിയുടെ ഇത് അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പോയി എന്ന് സംസാരിച്ചപ്പോഴേ CPM-മാർക്ക് സംഗതി സ്പെല്ലിംഗ് മിസ്റ്റേക്കും വേണം. ഐഷ പോറ്റി മറിയും ഉറപ്പാണ്. അന്ന് എന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ പോയിട്ടില്ല, ഞാൻ അത് ഉദ്ദേശിച്ചല്ല പോയത്, ഒരു കോൺഗ്രസ് നേതാവിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ, പിന്നെ അത് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനനായകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഊട്ടിപ്പരട്ടി വിടാനൊക്കെ ശ്രമിച്ചുവെങ്കിൽ തന്നെയും CPM-ന് സംഗതി കത്തി. ഇത് പോകാൻ വേണ്ടി തന്നെയുള്ള പോക്കാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടലുണ്ടായിട്ടൊന്നുമില്ല. ചിലപ്പോ കോൺഗ്രസിന് VD സതീശന് വിസ്മയമായിരിക്കും, പക്ഷെ CPM-ന് അത്ര വിസ്മയമാണെന്ന് പറഞ്ഞു. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിസ്മയകരമായ കാര്യമോ ഒരു ഞെട്ടലുളവാക്കുന്ന കാര്യമോ ഒന്നുമല്ല. ഐഷ പോറ്റി മറിയും, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഐഷ പോറ്റിയുടെ ഒരു ട്രാക്ക് നമ്മൾ പരിചയം. ഐഷ പോറ്റി പറഞ്ഞിരിക്കുന്ന ചില കാരണങ്ങളുണ്ട്. എനിക്ക് വേണ്ടത്ര പ്രാധാന്യം പാർട്ടിക്കുള്ളിൽ നിന്ന് കിട്ടിയില്ല. 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് ഐഷ പോറ്റി. ഏതാണ്ട് 15 വർഷക്കാലം കൊട്ടാരക്കരയിൽ നിന്ന് MLA ആയിരുന്ന ഒരാളാണ് ഐഷ പോറ്റി. ആദ്യത്തെ തവണ അവിടെ 2006 അവിടെ നിന്ന് വിജയിക്കുന്ന സമയത്ത് ഏകദേശം 12,000 ആയിരുന്നു ഭൂരിപക്ഷം. രണ്ടാമത്തെ തവണ 2016 2011 അവിടെ നിന്നുകൊണ്ട് മത്സരിച്ച് വിജയിക്കുമ്പോൾ 20,000-ൽ പരം ഭൂരിപക്ഷം കിട്ടി. അതിനുശേഷം 2016 വീണ്ടും മത്സരിക്കുമ്പോൾ ഐഷ പോറ്റിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 42,000-ൽ പരം വോട്ടുകളായിരുന്നു. ഐഷ പോറ്റി കോൺഗ്രസ്സുകാരുടെ മടയിൽ പോയിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഐഷ പോറ്റിയുടെ ജനപിന്തുണയെ അനുസരിച്ചിട്ടാണോ ഈ പറയുന്ന വർഷാവർഷം അല്ലെങ്കിൽ എല്ലാ ടൈമിലും ഭൂരിപക്ഷം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള വേറൊരു ചോദ്യമുണ്ട് നമ്മുടെ മുന്നിൽ. ആരാണ് പ്രവർത്തിച്ചത്? ഐഷ പോറ്റിയാണോ? ഐഷ പോറ്റി കൊടിയെ എടുത്തുകൊണ്ട് പോസ്റ്റർ ഒട്ടിക്കാനായിട്ട് ഐഷ പോറ്റി ഇറങ്ങിയോ ഏതെങ്കിലും സമരത്തിൽ? പറഞ്ഞു വന്നത് 20 വർഷക്കാലം, അവർ 30 വർഷക്കാലമായിട്ടുള്ളൂ ഈ പറയുന്ന CPM-ഉമായിട്ടൊരു ബന്ധമുണ്ടാക്കിയിട്ട്. അതിൽ 20 വർഷക്കാലവും ഐഷ പോറ്റി അധികാരത്തിന്റെ ശ്രേണിയിൽ തന്നെയായിരുന്നു, അധികാരത്തിൽ തന്നെയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും MLA ആയിട്ടും 15 വർഷം 15-20 വർഷക്കാലം ഉണ്ടായിരുന്നു. അന്നെല്ലാം CPM എന്ന് പറയുന്ന പാർട്ടി നല്ലതായിരുന്നു. CPM വേണ്ടത്ര ഐഷ പോറ്റിയെ പരിഗണിക്കുകയും ചെയ്തു. ஆனால் ഇപ്പൊ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം അതല്ലേ. അതിനുശേഷം അധികാരമില്ലാതെ MLA എന്നുള്ള സ്ഥാനമില്ലാതെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഐഷ പോറ്റിക്ക് ഹാലളയി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. 2 വർഷം കഴിഞ്ഞപ്പോഴേക്കാണ് ഐഷ പോറ്റിക്ക് മനസ്സിലായത് പാർട്ടി തന്നെ അവഗണിക്കുന്നു എന്ന് മനസ്സിലായത്, പാർട്ടി പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, KK ശൈലജ പ്രാധാന്യം നൽകുന്നില്ല എന്ന തോന്നല്. അതാ പറയുന്നത്. KK ശൈലജ എന്ന് പറയുന്ന ഒരു മന്ത്രി, നമുക്കറിയാം 2016 മുതൽ 2021 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അത്യുജ്വലമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ഇന്ന് കേവലം MLA മാത്രമാണ്. ശരിയാണ്. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആഗ്രഹിച്ചു, എല്ലാവരും ആഗ്രഹിച്ചു. പിന്നെ ശൈലജ ടീച്ചർ വീണ്ടും ആരോഗ്യവകുപ്പ് മന്ത്രി ആവണം എന്നെല്ലാവരും ആഗ്രഹിച്ചു. എന്നിട്ടാക്കിയോ? ഇല്ല. പാർട്ടിയുടെ തീരുമാനങ്ങളാണ്, ഒരു സംഘടനാ ബലമുള്ള ഒരു പാർട്ടിയുടെ തീരുമാനങ്ങളാണ് എപ്പോഴും ആ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീരുമാനിച്ചു, മറ്റൊരാൾ വീണ ജോർജ് വന്നു, എന്തേ ശൈലജ ടീച്ചർ രാജിവെച്ച് പോയില്ല? MLA സ്ഥാനം രാജിവെച്ച് പാർട്ടി മാറിപ്പോയില്ല? സമയം ഉണ്ടായിരുന്നല്ലോ. അതും ശൈലജ ടീച്ചർ ഈ കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ നിന്നാലും ആലോചിച്ച് നോക്കണം,
ഏത് മണ്ഡലത്തിൽ ഏത് പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ നിന്നിരുന്നാലും ശൈലജ ടീച്ചറിനെ സുഖമായിട്ട് വിജയിച്ചു കയറാം. ശൈലജ ടീച്ചറിന് ആ സമയത്ത് കേരളത്തിലുള്ള ഒരു പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ടീച്ചറമ്മ എന്ന് രാഷ്ട്രീയവും മതവും നോക്കാതെ ആൾക്കാർ ടീച്ചറെ വിളിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നത്. എന്നിട്ട് ആ ശൈലജ ടീച്ചർ പാർട്ടി വിട്ടുപോയോ? എന്നെ പാർട്ടി അവഗണിച്ചു, വെറും MLA ആക്കി എന്നെ തരം താഴ്ത്തി എന്ന് ടീച്ചർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ടീച്ചർ അങ്ങനെ പറഞ്ഞായിട്ട് വിദ്യ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താ അത് കാരണം? അവർക്ക് അധികാരമായിരുന്നില്ല വലുത്. അല്ലെ, ടീച്ചർക്ക് പറയായിരുന്നു, എന്നെക്കാട്ടിൽ എത്രയോ ജൂനിയർ ആയിട്ടുള്ള ഒരു പെങ്കൊച്ചിനെ പിടിച്ച്, വീണ ജോർജിനെ പോലെ മാധ്യമ പ്രവർത്തനം മാത്രം വശമുള്ള ഒരു പെങ്കൊച്ചിനെ പിടിച്ച് അവിടെ പിന്നെ ആരോഗ്യവകുപ്പ് ഏൽപ്പിച്ചപ്പോ ശൈലജ ടീച്ചറിന് ഈസിയായിട്ട് പറയാമായിരുന്നു. അവർക്ക് എന്ത് യോഗ്യത ഉണ്ടായിരുന്നു, വീണ ജോർജിനെ ഒരു ഘട്ടത്തിലെങ്കിലും വിമർശിക്കാമായിരുന്നു. അങ്ങനെയല്ല ശൈലജ ടീച്ചർ ചെയ്തത്. ഞാൻ ഒപ്പമുണ്ട് എന്ന് പറയുകയാണ് ശൈലജ ടീച്ചർ ചെയ്തത്. അവിടെയാണ് അടിസ്ഥാനപരമായി പാർട്ടിയെ വിശ്വസിക്കുകയും പാർട്ടിക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തക അല്ലെ പാർട്ടി പ്രവർത്തക എന്ന് പറഞ്ഞത്. അത് ശൈലജ ടീച്ചറിൽ നിന്ന് ഐഷ പോറ്റി കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണം. 20 വർഷക്കാലം ഒന്ന് ആലോചിച്ചു. 20 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും MLA ആയിട്ടും പാർട്ടിയുടെ ഭാഗമായി നിന്ന് ഒരാൾ പാർട്ടി വിട്ടിട്ട് പറയുകയാണ് 2 വർഷം കൊണ്ട് തന്നെ ആരുമല്ലാതാക്കി തന്നെങ്കിൽ അർഹിക്കുന്ന പ്രാധാന്യം നൽകിയില്ല എന്ന്. 2016 ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ ആദ്യമായി അധികാരത്തിൽ കയറുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഐഷ പോറ്റിക്ക് ഇനി ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്പീക്കറെങ്കിലും ആകുമെന്ന് പറഞ്ഞിരുന്നു. അന്നേരം മുതൽ തുടങ്ങിയാണ് ഐഷ പോറ്റിക്ക് ആ ഒരു പ്രശ്നം. കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാതെ വന്നപ്പോൾ ആ സമയം മുതൽ പിന്നെ ഐഷ പോറ്റിക്ക് ഇവിടെ CPM-നോട് വിരോധം തോന്നി തുടങ്ങി. ആ വിരോധം വീണ്ടും കൊടുക്കാതിരുന്നപ്പോൾ എന്തുകൊണ്ട് കൊടുത്തില്ല? പാർട്ടിക്കൊരു ചിട്ടവട്ടമുണ്ട്. 2 തവണ മത്സരിച്ച് വിജയിച്ച ഒരാൾ പിന്നെ വേണ്ട, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ട, പാർട്ടിയുടെ തീരുമാനമാണെന്നേ. അതിനെ ആരെന്ന് പറഞ്ഞാൽ ആ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ KN ബാലഗോപാൽ വന്നു, അവിടെ നിന്ന് വിജയിച്ചു, ധനകാര്യ വകുപ്പ് മന്ത്രിയായി. അപ്പം മുതൽ ശൈലജ പിന്നെ ഈ പറയുന്ന ഐഷ പോറ്റിക്ക് പ്രശ്നം തുടങ്ങി. ഐഷ പോറ്റി അവിടെ മുതൽ തന്നെ ഇങ്ങോട്ട് ഇങ്ങനെ മാറി തുടങ്ങി. അപ്പോഴാണ് ഉമ്മൻചാണ്ടി അനുസ്മരണം വരുന്നതും അവിടെ പോയി പ്രസംഗിക്കുന്നത്, ഞാൻ പാർട്ടി വിടുന്നു, ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഞാൻ പാർട്ടിയിൽ നിന്ന് ഒഴിവെടുക്കുന്നു, അല്ലെ പാർട്ടി വിടുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. പിന്നെ ഈ ഒരു മാറ്റം ഉണ്ടല്ലോ, ഇപ്പൊ ഈ പറയുന്ന UDF-നൊപ്പം ഉള്ള ഈ മാറ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് പറഞ്ഞത് മത്സരിക്കുന്ന കാര്യത്തിലൊന്നും ഞാൻ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല, പാർട്ടി പറഞ്ഞാൽ തീരുമാനിക്കുന്നു. സ്വാഭാവികമായിട്ട് ഒരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാവൂല ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തുള്ള ഈ ഒരു മറുകണ്ഠം ചാടൽ എന്തിനാണെന്ന് കൊച്ചുകുട്ടിക്ക് ഒരു മനസ്സിലാവും. പക്ഷേ ഈ പറയുന്ന പോലെ ഇപ്പം ഐഷ പോറ്റി ഇവിടെ, അതായത് LDF-ൽ ഉണ്ടായിരുന്ന സമയത്ത് കിട്ടിയ അതുപോലെ ഒരു സ്ഥാനം, അല്ലെങ്കിൽ അത്രയുമെങ്കിലും വാല്യൂ ഉള്ള ഏതെങ്കിലും ഒരു സ്ഥാനം UDF-ൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ഐഷ പോറ്റിക്ക് പിന്നെ ബിന്ദുകൃഷ്ണനോട് ചോദിക്കാമല്ലോ. തൊട്ടടുത്ത് ചേർന്ന് നിൽപ്പുണ്ടായിരുന്നല്ലോ ബിന്ദുകൃഷ്ണ. ശരിയാ അല്ലെ, ബിന്ദുകൃഷ്ണനോട് ചോദിക്കായിരുന്നു. ബിന്ദുകൃഷ്ണ 2021 എങ്ങനെയാണ് കൊല്ലത്ത് സീറ്റ് പിടിക്കാൻ വേണ്ടി ബിന്ദുകൃഷ്ണ എന്ത് നാടകം കളിക്കേണ്ടി വന്നു ബിന്ദുകൃഷ്ണയ്ക്ക് നന്നായിട്ട് അറിയാം. ഒരുപറ്റ ആൾക്കാരെ കൊണ്ടൊന്ന് കെട്ടിപ്പിടിപ്പിക്കുകയും ഉമ്മപ്പിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷമല്ലേ, കരയിച്ചല്ലേ എന്റെ മോളെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് ബഹളം വെപ്പിച്ചിട്ടല്ലേ ബിന്ദുകൃഷ്ണയ്ക്ക് കൊല്ലത്ത് സീറ്റ് കിട്ടിയത്, അല്ലേ? അങ്ങോട്ട് മാറിയത് നോക്കി. പിന്നെ ലതിക സുഭാഷ് എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ, KPCC ആസ്ഥാനത്ത് മുടി മുറിച്ച് കളഞ്ഞ, അവരോട് ചോദിക്കാമായിരുന്നില്ലേ? ഈ പത്മജയോട് ചോദിക്കാമായിരുന്നില്ലേ? ഞാൻ ഈ പാർട്ടിക്കകത്ത് തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് പാർട്ടി അർഹിക്കുന്ന പ്രാധാന്യം തരുമോ എന്ന് പിന്നെ പത്മജ വേണുഗോപാലിനോട് ചോദിക്കാമായിരുന്നില്ലേ? അല്ലെ, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരോട് ചോദിക്കാം. മോഹന വാഗ്ദാനങ്ങളുടെ പുറത്ത് തന്നെ ഇത് കൊട്ടാരക്ക്, അതായത് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് അധികാരത്തിന്റെ ശ്രേണിയിൽ എപ്പോഴും ഉണ്ടാവണം. അധികാരത്തിന്റെ ശ്രേണിയിലേക്ക് വരാൻ ഇനി CPM-കാര് സീറ്റ് കൊടുക്കില്ല എന്ന് ഈ പറയുന്ന, കാരണം ഇനി അടുത്ത ഒരു തവണയും കൂടെ KN ബാലഗോപാൽ കൊട്ടാരക്കരെ മത്സരിക്കും. അപ്പൊ ആ സാരിൽ ഐഷ പോറ്റിക്ക് വേറെ ഒരു മണ്ഡലത്തിൽ ഇന്നലെ ഐഷ പോറ്റി ജയിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഐഷ പോറ്റി അവിടെ നിന്നും മാറി നിൽക്കാനും താല്പര്യപ്പെടുന്നില്ല. ഇനി KN ബാലഗോപാലിന് പകരം ഇറങ്ങി മത്സരിക്കാനും പറ്റില്ല. കാര്യം KN ബാലഗോപാൽ അവിടെ ശക്തനായി കഴിഞ്ഞു ഐഷ പോറ്റിക്ക് തന്നെ മനസ്സിലായി. അപ്പൊ ഇനി അവിടെ മത്സരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് KN ബാലഗോപാലിന്റെ ശല്യം, അല്ലെങ്കിൽ KN ബാലഗോപാലിന് എതിരായി മത്സരിക്കണം. അപ്പൊ എതിരായി മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്വതന്ത്രയായി നിന്നിട്ട് കാര്യമില്ല, ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് മത്സരിക്കണം. അവർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗം. അതിന് കോൺഗ്രസ് ആണ് മികച്ച പാർട്ടി. അതിന് ഈ പറയുന്ന കുറെ അധികം ബെഡായിസ് ഉണ്ട്. അതായത് എനിക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്, അവിടെ സമ്മേളനം വെക്കുന്നു, ഇവിടെ ഈ സമ്മേളനത്തിൽ പോകാൻ ബസ്സിലൊക്കെ കയറി പോകേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറയാനുള്ള ഒരു മാർഗം പാർട്ടി കാണിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞു. എന്റെ പൊന്ന്, എനിക്ക് പറയാനുള്ള എന്റെ പൊന്ന് ഐഷ പോറ്റി ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ബസ്സിലും ട്രെയിനിലും ഓട്ടോറിക്ഷയിലും നടന്നും ഒക്കെ പോയി പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാ CPM നിർന്ന പാർട്ടിക്കകത്തുള്ളത്. അല്ലാതെ എല്ലാവരും കാറും കൊണ്ട് ഓടി നടന്ന് സമ്മേളനങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊന്നുമല്ല. ഒളിച്ചും പാത്തും ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ പോലും, മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്നുകൊണ്ട് കമ്മിറ്റി കൂടിയിട്ടുള്ള പാർട്ടി കമ്മിറ്റികളുണ്ട് ഇവിടെ.
ഈ നാട്ടിലുണ്ട്. അങ്ങനെ അതില് പിന്നെ എന്താ പറയുക, തോണിയിലും വള്ളത്തിലും നീന്തിയും പോയി പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ള സഹാക്കന്മാരുള്ള നാടാണെന്നേ കേരളം. പുന്നപ്ര വയലാറിലൊക്കെ പിന്നെ അനുഭവിച്ചൊക്കെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അവർ ഏത് രീതിയിലാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന്. വി എസ് അച്യുതാനന്ദനെ പോലുള്ളവരെയൊക്കെ പാതിരാത്രി കുഞ്ഞുങ്ങൾ മാത്രം വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഭാര്യയാണെങ്കിൽ പിന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് നഴ്സിംഗ് ആയിരുന്നു. വി എസ് അച്യുതാനന്ദൻ വെളുപ്പിനെ 3 മണിക്ക് കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്തുനിന്നാണ് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത്. എന്നിട്ട് അടിച്ചു കൊന്ന് ചത്തു എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് കളഞ്ഞാണ് ആ മനുഷ്യനെ. അപ്പൊ ഈ രീതിയിലൊക്കെ പാർട്ടി പ്രവർത്തനം അവരാരും ഈ പറയുന്ന പോലെ സ്വന്തമായിട്ട് കാറിനകത്ത് പോയി യാത്ര നടത്തി പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ള നേതാക്കന്മാരെ അല്ല. അത് മനസ്സിലാക്കണം. ബസ്സിലൊക്കെ പോകേണ്ടി വരും, ചിലപ്പോൾ ബസ്സിൽ പോകേണ്ടി വരും, ചിലപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ടി വരും, ചിലപ്പോൾ നടന്നു പോകേണ്ടി വരും. എന്തിനാണ് രവീന്ദ്രൻ മാഷ് നടക്കുന്ന സൈക്കിളിൽ പോകേണ്ടി വരും. ഒരു മന്ത്രിയായിരുന്നത് രവീന്ദ്രൻ മാഷ്, സി രവീന്ദ്രനാഥ്, നമ്മുടെ പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു 2016 മുതൽ 2021 വരെ. ആ മനുഷ്യൻ സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത്. മുൻ മന്ത്രിയാണ്, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് പറയാറുന്നില്ല എന്നെ പാർട്ടി തഴഞ്ഞു, മുൻ മന്ത്രിയായി എനിക്ക് പാർട്ടി കാറ് തന്നില്ല, അതുകൊണ്ട് ഞാൻ പാർട്ടി വിടുന്നു എന്ന് പറയാറുന്നല്ലോ. സി രവീന്ദ്രൻ മാഷിന്റെ വായിന്ന് അങ്ങനെ ഒരു വാക്ക് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? അത് ഈ പറയുന്ന പോലെ അധികാരത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് താഴോട്ട് ഇറങ്ങുമ്പോ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈഗോ, നല്ലപോലെ ഈഗോ അടിച്ചിട്ടുണ്ട്. പാർട്ടി വിട്ടു, ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് പാർട്ടി വിട്ടു എന്ന് പറയുന്ന ഐഷ പോറ്റിയുടെ പേര് എന്തിനാണ് പാർട്ടി സമ്മേളനങ്ങളിൽ പേരടിച്ചു വെക്കേണ്ട ആവശ്യം എന്തോ? ഫ്ലെക്സിലില്ല, നോട്ടീസിലില്ല, നോട്ടീസിലും ഫ്ലെക്സിലും ഒക്കെ പേര് വരുന്നില്ല പോലും. ഇവിടെ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഞാൻ പാർട്ടിയിൽ നിന്ന് വിട്ടുമാറുന്നു. അങ്ങനെ പാർട്ടി പ്രവർത്തക അല്ലാത്ത ഒരാളുടെ പേര് എന്തിനാ അടിച്ച് നോട്ടീസ് വെക്കേണ്ടത്? അതിന്റെ സാങ്കത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ഒരു ഇത് മനസ്സിലാവുന്നില്ല. തഴഞ്ഞു, വിഷമമുണ്ട്. ആര് തഴഞ്ഞു? പാർട്ടി തഴഞ്ഞു. പാർട്ടി അല്ല തഴഞ്ഞത്. പാർട്ടി ഒരിക്കലും ഐഷ പോറ്റിയെ തഴഞ്ഞിട്ടില്ല. ഐഷ പോറ്റി അറിയിക്കുന്ന പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പാർട്ടി ഐഷ പോറ്റിയെ തടഞ്ഞതല്ല, ഐഷ പോറ്റി പാർട്ടി വിട്ടതാണ്. ഐഷ പോറ്റി പാർട്ടി വിട്ടുപോയതാ. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് എനിക്ക് പാർട്ടിയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് കരുതി കത്ത് കൊടുത്താണ് ഔദ്യോഗികമായിട്ട്. പക്ഷേ ഐഷ പോറ്റിക്ക് ഇപ്പോഴും നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതായത് ജനങ്ങൾ എന്റെ ഒപ്പം നിൽക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ജനങ്ങള് അതൊരു വലിയ വിശ്വാസ പ്രശ്നമാണെന്നേ. കാര്യം ജനങ്ങൾ എന്തുകൊണ്ട് നിന്നു, അതൊരു വലിയ ചോദ്യമാണ്. ജനം നിന്നത് ഒരു ലേബലിലാണ്, പാർട്ടി എന്ന് പറയുന്ന ഒരു ലേബലിലാണ്. അതായത് ഒന്നാമത് കൊട്ടാരക്കര പോലെയുള്ള സ്ഥലത്ത് ഇടതുപക്ഷം ശക്തമാണ്, കോൺഗ്രസ് ശക്തമായിരുന്നു. ആ കോൺഗ്രസിനെ വീഴ്ത്തിയിട്ടാണ് അവിടെ ഐഷ പോറ്റിയെ കൊണ്ട് CPM കളം പിടിച്ചത്. പക്ഷേ CPM ശക്തമായി. അതുകൊണ്ടാണല്ലോ KN ബാലഗോപാൽ അടുത്തവണ നിന്നപ്പോൾ മത്സരിച്ച് വിജയിച്ചത്. തന്നെയല്ല, ബാലകൃഷ്ണ പിള്ളയെ കൊണ്ടു നടന്നവരാ? കോൺഗ്രസ് ആണോ? അല്ല, കേരള കോൺഗ്രസ് ആണ്. കേരള കോൺഗ്രസ് B ആണ്. പുള്ളിക്കാരൻ ഉണ്ടാക്കിയ പാർട്ടിയാണ്. ആര്? ബാലകൃഷ്ണൻ. അത് ആ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഇപ്പൊ നിൽക്കുന്ന ഇടതുപക്ഷത്തിനൊപ്പോ. ഗണേഷ് കുമാർ നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ കൂടെയല്ലേ, LDFന്റെ കൂടെയല്ലേ. അപ്പൊ ആ ഒരു ശക്തിയും കൂടെ CPM-നൊപ്പം ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ പറയാമായിരുന്നു. ആ ഒരു ശക്തിയുണ്ട്. അവിടുത്തെ യൂണിയന്റെ സ്ട്രെങ്ത് ഉണ്ട്. പാർട്ടി സ്ട്രോങ് ആണ്. പാർട്ടി അവിടെ ഐഷ പോറ്റി ആണെങ്കിലും KN ബാലഗോപാലിനോ അഹങ്കരിച്ച് നടക്കാൻ പാടില്ല. കാര്യം അവിടെ ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശക്തമായ അടിത്തറ ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരുടെ ഊർജമാണെന്നേ അത്. അല്ലാതെ ഈ പറയുന്ന ഐഷ പോറ്റി ഞാൻ ജനങ്ങൾക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ അവർക്കൊപ്പം ആവണം. ഞാൻ ജനങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾ സ്ഥാനാർത്ഥിക്കൊപ്പം വരണം. അവിടെയാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അവിടെയാണ് ഒരു സ്ഥാനാർത്ഥി വിജയിക്കുക. അല്ലാതെ ഞാൻ ജനങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങിയാണെന്ന് എനിക്ക് 10 വോട്ട് കിട്ടത്തില്ല. ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് 10 പേരെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്റെ കൂടെ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഇനിയും ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇനി വിശ്വസിക്കാനും പറ്റില്ലല്ലോ. സ്വന്തമായ നിലപാടില്ല. അധികാരത്തിന് വേണ്ടി ഏത് ചെകുത്താനുമായും, പണ്ട് EMS പറഞ്ഞ പോലെ, ഏത് ചെകുത്താനോടൊപ്പം കൂട്ടുകൂടാനും തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് ഐഷ പോറ്റി എന്നൊരു ലേബലിംഗ് വന്നു കഴിഞ്ഞു. ജനങ്ങൾക്ക് മനസ്സിലായി ഐഷ പോറ്റി ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിന്നിട്ടുള്ളതെന്നും അധികാരത്തിന് വേണ്ടിയിട്ടാണ് ഐഷ പോറ്റി നിന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ ഇനി എങ്ങനെ ജനങ്ങൾ നിൽക്കുന്നു? ജനങ്ങൾ നിൽക്കില്ല. ഇവിടെ KN ബാലഗോപാലിനെ ഇനി മത്സരിച്ചാൽ KN ബാലഗോപാൽ തന്നെ അവിടെ ജയിക്കും. KN ബാലഗോപാലിനെതിരായിട്ട് യാതൊരു എന്തെങ്കിലും ദുരാരോപണങ്ങളുണ്ടോ? അഴിമതിക്കാരെന്നുള്ള ആരോപണമുണ്ടോ? ആരുടെയെങ്കിലും ഫണ്ട് വെട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയി എന്നുള്ള ആരോപണമുണ്ടോ? ഈ പറയുന്ന വയനാട് ഫണ്ട്, ചൂരൽമല അവരുടെ ഫണ്ട് കെട്ടിച്ചെന്നുള്ള ആരോപണം ബാലഗോപാലിനെതിരെ ഉണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി എന്തിനെങ്കിലും ഒത്താശ ചെയ്തു കൊടുത്തു എന്നും പറഞ്ഞ ആരോപണമുണ്ടോ? ഇവിടെ ബാർക്കോഴ തട്ടിപ്പ് നടത്തി എന്നും പറഞ്ഞ ആരോപണമുണ്ടോ? ഒരു ആരോപണവും ഈ പറയുന്ന KN ബാലഗോപാലിനെതിരായിട്ടില്ല. അധികാരഭ്രമത്തിൽ മത്ത് പിടിച്ചു നടക്കുന്ന ഒരാളെന്നുള്ള ഒരു പേര് ദോഷം ബാലഗോപാലിനുണ്ടോ? ഇല്ല. തീർത്തും സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ തന്നെ നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്, ജനങ്ങൾക്കൊപ്പം ഇറങ്ങി എന്നുള്ള പ്രവർത്തനമാണ് ശരിക്കും KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് മാത്രമല്ല, എവിടെയും അദ്ദേഹം ആ രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത് എല്ലാവരോടും.
കെ എൻ ബാലഗോപാലിന്റെ പ്രവർത്തന രീതി അങ്ങനെയാണ്, അല്ലെങ്കിൽ പെരുമാറ്റ രീതി തന്നെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഐഷ പോറ്റിക്ക് കെ എൻ ബാലഗോപാലിനെ പരാജയപ്പെടുത്തി ഇനി കോൺഗ്രസ് അല്ല ഇനി ആര് വിചാരിച്ചാലും അവിടെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കത്തില്ല. അതാണ് അവസ്ഥ. പിന്നെ ഈ ഐഷ പോറ്റി പോകുന്ന പാർട്ടിയെ ബാധിക്കുമോ? അതിൽ ഏറ്റവും എല്ലാവരുടെയും വലിയ ചോദ്യം. കെ ആർ ഗൗരിയമ്മ പോയതല്ലേ ഈ പാർട്ടിയിൽ നിന്ന്? കെ ആർ ഗൗരിയമ്മയോളം വരത്തില്ലല്ലോ ഐഷ പോറ്റി. കെ ആർ ഗൗരിയമ്മ ആരായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കെ ആർ ഗൗരിയമ്മയുടെ 7 അയലത്ത് കെട്ടാൻ പറ്റില്ലല്ലോ ഐഷ പോറ്റിയെ. പറ്റുമോ? ഈ കെ ആർ ഗൗരിയമ്മ ഈ കേരളത്തിൽ എവിടെ വന്നാലും ഒരു പക്ഷേ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അരൂര് മാത്രം നിൽക്കണമെന്നില്ല, ബാക്കി എവിടെ വേണമല്ലോ. അത്രയ്ക്ക് പ്രചാരം നേടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇടിയും ചവിട്ടും തൊഴിയും കൊണ്ട് ഇവിടെ വരെ വളർത്തിക്കൊണ്ട് വന്ന ഒരു നേതാവ് തന്നെയാണ് പിന്നെ ഈ പറയുന്ന കെ ആർ ഗൗരിയമ്മ. JSS ഒക്കെ ഉണ്ടാക്കി പിന്നെ പോയത് പിന്നെ അതിന്റെ വേറൊരു ചരിത്രമുണ്ട്, ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അപ്പം അങ്ങനെ മാറിപ്പോയതാണ് കെ ആർ ഗൗരിയമ്മ. എന്നിട്ട് പോലും ആ ഗൗരിയമ്മയെ നമ്മൾ എന്നിട്ട് പോലും കുലുങ്ങിയിട്ടില്ല. എന്നിട്ട് കുലുങ്ങിയില്ല CPM. പിന്നെ ഐഷ പോറ്റി പോയാലുണ്ട്. MBR എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്, നികേഷ് കുമാറിന്റെ അച്ഛൻ. MB രാഘവൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ണൂര് വളർത്തുന്നതിനകത്ത് ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു നേതാവ്. MBR പോയിട്ട് കുലുങ്ങിയോ? CMB എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി മാറി എന്നിട്ട് കുലുങ്ങിയോ? ഇല്ല, അത് കുലുങ്ങില്ല. അതാണ് CPMന്റെ അടിത്തറ ശക്തമാണ്. അതുകൊണ്ടാണ് ഐഷ പറ്റി പോണേ പൊക്കോട്ടെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് CPMനെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമേ അല്ല ഐഷ പറ്റി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഇവരൊന്നും പാർട്ടിയുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടല്ല ഇവരൊന്നും പോകുന്നത്. എവിടെ അധികാരം കിട്ടും എന്നുള്ളത് മാത്രം നോക്കി അധികാരഭ്രമം ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ കൂറുമാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഐഷ പോറ്റിക്ക് ഇത്തവണ എന്താ പിടിച്ചു നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിന്റെ അടുത്ത വർഷമെങ്കിലും ഐഷ പോറ്റിക്ക് അവിടെ സീറ്റ് കൊടുക്കുകയും ചെയ്യായിരുന്നു. ഐഷ പോറ്റി ഒരു മന്ത്രിസ്ഥാനത്തേക്ക് ഐഷ പോറ്റി ഉയരുകയും ചെയ്യുമായിരുന്നു. എന്താ അത്രയും നാളെ പിടിച്ചിരിക്കാൻ ഐഷ പോറ്റി കഴിയാതെ പോയത്? എന്തുകൊണ്ട് പറ്റിയില്ല? പാർട്ടി പ്രവർത്തകരെന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്ക് തോമസ് ഐസക്ക് അങ്ങനെ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും ഉന്നത സ്ഥാനങ്ങളിൽ വഹിക്കുന്ന ഒരാളാണോ തോമസ് ഐസക്ക്? ഇപ്പൊ നോക്കി പിന്നെ ജി സുധാകരൻ ഇങ്ങനെ പലതും വെട്ടിത്തുറന്ന് പറയുന്നെങ്കിൽ തന്നെ അടിസ്ഥാനപരമായി അദ്ദേഹം പാർട്ടി ഇതുവരെ മാറിയിട്ടില്ല. കോൺഗ്രസിനൊപ്പം ജി സുധാകരൻ പോയിട്ടില്ല. വേറെ എത്രയോ നേതാക്കന്മാരെ നോക്കി. ഇപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പിന്നെ നമ്മുടെ രവീന്ദ്രൻ മാഷ്, ശ്രീമതി ടീച്ചർ, അങ്ങനെ എത്ര പേരുണ്ടെന്നേ ഈ പാർട്ടിക്ക്, എത്ര പേരുണ്ട്. അപ്പൊ ഇവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രാധാന്യമാണ് അല്ലെങ്കിൽ പിന്നെ ഐഷ പോറ്റിക്ക് കൊടുക്കേണ്ടത്? ഇവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രാധാന്യമാണ് കൊടുക്കേണ്ടത്? അതിൽ എത്ര പേര് പാർട്ടി വിട്ടുപോയി? ആരും പാർട്ടി വിട്ടു പോയിട്ടില്ല. എല്ലാവരും പാർട്ടി തന്നെയുണ്ട്. കാരണം എന്താണ്? ഇത് CPM ആണ്. ഈ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് അതിൻ്റെതായ സംഘടനാ സംവിധാനങ്ങളുണ്ട്. ആ സംഘടനാ സംവിധാനം അനുസരിച്ച് മാത്രമേ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും വളരെ എഫിഷ്യന്റ് ആയിരുന്നു. അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ എല്ലാവരും മികച്ച മന്ത്രിമാർ തന്നെയായിരുന്നു. പക്ഷെ അടുത്ത തവണ എന്തുകൊണ്ട് അവരെ പരിഗണിക്കായിരുന്നത്? മൊത്തത്തിൽ മാറ്റിയില്ലേ? മുഖ്യമന്ത്രി ഒഴികെ ബാക്കി എല്ലാ മന്ത്രിമാരിലും മാറ്റം ഉണ്ടായില്ലേ? എന്തിനു വേണ്ടിയാണ്? പുതിയൊരു തലമുറ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതില്. ഒരു മന്ത്രിമാരെന്ന് പറയുന്നത് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടേണ്ട ആൾക്കാരല്ല. എന്ന് വെച്ചാൽ അവര് പിന്നെ അതിലേക്ക് തന്നെ ഇന്ന ആൾ ഇന്ന മന്ത്രി എന്നുള്ള നിലയിലേക്ക് മാറിപ്പോവാൻ പാടില്ല എന്നുള്ള കൃത്യമായ വിചാരമുള്ളത് കൊണ്ടാണ്. അടുത്ത ഒരു തലമുറയിൽ മന്ത്രിമാര് വേണം. അടുത്ത തവണയും മത്സരിച്ച് കയറി വരുമ്പോൾ ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി അടുത്ത മന്ത്രിമാര് വേണ്ടേ? നമുക്ക് അടുത്ത ഒരു ജനറേഷൻ ഉണ്ടാവണം. ആ ജനറേഷനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ശരിക്കും ഉദ്ദേശം. അല്ലാതെ കുറച്ചുപേര് കൈയടക്കി വെക്കുന്ന ഒരു കുത്തകയാക്കി കേരളത്തിന്റെ മന്ത്രിസ്ഥാനങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ചിന്തയൊന്നും ഇടതുപക്ഷ മുന്നണിക്കില്ല. ആ പുതിയ ആളുകൾ മാറിക്കൊണ്ടേയിരിക്കണം. ഈ പറയുന്ന കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ ഒരാൾ പോലും ഒരു അഴിമതി ആരോപണത്തിന് വന്നിട്ടില്ല. ഒരാളും ആ അഴിമതി പെട്ടുപോയിട്ടില്ല, ഒരു മന്ത്രിമാരും. എന്നിട്ട് പോലും മന്ത്രിമാരെ എല്ലാം പൂർണ്ണമായി മാറ്റി പുതിയ തലമുറയെ കൊണ്ടുവന്നു. ഇനി അടുത്ത തവണ അടുത്ത തലമുറയെ കൊണ്ടുവരികയാണ്, അടുത്ത ജനറേഷനെയാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് CPM എന്ന് പറയുന്ന പാർട്ടി. അപ്പൊ ഇത് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് ഐഷ പോറ്റി കഴിയാതെ പോകുന്നത്? ഐഷ പോറ്റി അപ്പൊ പാർട്ടിയിലല്ല വിശ്വസിച്ചത്, അല്ലെങ്കിൽ പാർട്ടിയിലോ ജനങ്ങൾക്ക് വേണ്ടിയോ അല്ല ഐഷ പോറ്റി നിലയുന്നത്. സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി, സ്വന്തം സ്ഥാനമാനങ്ങളിലൂടെ തനിക്ക് മാത്രം നേട്ടം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന്റെ പുറത്ത് മാത്രമാണ്. ഇതൊരു പക്ഷേ ഇത് കേൾക്കുന്ന പലരും കമ്മിയുടെ പിന്നെ രോദനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ കമന്റ് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും പറയുകയാണ്, ഇവിടെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഐഷ പോറ്റി എക്കാലവും നിലനിന്നിട്ടുള്ളത് അധികാരത്തിന് വേണ്ടി മാത്രമാണ്. 20 വർഷക്കാലം മറ്റാർക്കും കിട്ടാത്തൊരു അസുലഭ അവസരം എന്നുള്ള നിലയിൽ 20 വർഷക്കാലം അധികാരത്തിന്റെ ശ്രേണിയിൽ ഇരിക്കുക തന്നെയായിരുന്നു ഐഷ പോറ്റി. അതിനുശേഷം പാർട്ടിയെ വഞ്ചിച്ചെന്നൊന്നും ഞാൻ അങ്ങനെ പച്ചയ്ക്ക് പറയുന്നില്ല. പാർട്ടിയോട് ഒരു കൂറില്ലാത്ത രീതിയിൽ പുറത്തെത്തി മറ്റൊരു പാർട്ടിയെ ചേർന്നിരിക്കുകയാണ്. അത് വീണ്ടും അവിടെ നിന്ന് MLA ആകുക എന്നുള്ള ഉദ്ദേശം, അല്ലെങ്കിൽ അതിലൂടെ ഒരു മന്ത്രി സ്ഥാനം എന്നുള്ളതിനപ്പുറത്തേക്ക് ജനനന്മ ഒരിക്കലും ഐഷ പോറ്റിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പച്ചയ്ക്ക് തുറന്നു പറയേണ്ടി വരുന്നൊരവസ്ഥ ഇത്.